സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സ്വീകരണങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടക്കുണ്ടായ ട്രെയിനിലെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് മൂപ്പര് വന്നിക്കണം. തുടങ്ങാല്ലേ? തുടങ്ങിക്കോളി. ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ പാർട്ടിയിലെ പുതിയ കൂട്ടുകാരുടെ ഒപ്പം സന്ദീപ് വാര്യർ ചിരിച്ചും കളിച്ചും അങ്ങനെ യാത്ര തുടങ്ങി. ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എന്റെ തൊട്ടടുത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു ഞാൻ അറിയുന്നത് പിന്നീടാണ്. ഒരേ വണ്ടിയിൽ തൊട്ടപ്പുറത്ത് പഴയ പ്രസിഡന്റ് ഉണ്ടായിട്ടും ഒന്ന് അങ്ങോട്ട് നോക്കാനോ ഒന്ന് ഇങ്ങോട്ട് നോക്കാനോ രണ്ടാളും തയ്യാറായില്ല. അങ്ങനെ അവസാനം തിരുവനന്തപുരത്ത് വണ്ടി എത്തി. ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് BJP-യുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും BJP-ന്ന് പോയ സന്ദീപ് വാര്യർ തിരുവനന്തപുരത്ത് ചെന്നിറങ്ങുമ്പോൾ എന്തിനാണ് BJP-ക്കാരെ സുരേന്ദ്രേട്ടൻ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് എന്ന്. കേവലം ഒരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല. തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഒരു മുൻകരുതൽ എടുത്തതാണ് സുരേന്ദ്രേട്ടൻ എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞു വരുന്നത്. അതായത് മൂപ്പർക്ക് നിങ്ങളെ അത്ര പേടിയെന്നാണോ നിങ്ങൾ പറയണേ? ഇതൊക്കെ മൂപ്പരോടൊന്നും ചോദിക്കും കേട്ടില്ലേ? ഇനിയിപ്പോ ഇന്ന് നിങ്ങൾ മൈക്കുമായി അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും. ആ രീതിയായിരിക്കും അദ്ദേഹത്തിന്റെ ശരീരഭാഷ. എന്ത് ചെയ്താലും വേണ്ടില്ല ഇതൊന്നും ചോദിക്കാന്നും കരുതി സുരേന്ദ്രേട്ടന്റെ അടുത്തേക്ക് പോയി. ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരിനിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഒരു പ്രമുഖനായിട്ടുള്ള സൈദ്ധാന്തിക മന്ത്രിക്ക് കരണക്കുറ്റിക്ക് സ്വന്തം ഭാര്യയോട് അടി കിട്ടിയെന്നുള്ളത് പാർട്ടിക്കകത്ത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പൊ മൂപ്പര് വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഏത് മന്ത്രിയുടെ കാര്യങ്ങൾ പറയണേ? ഈ മന്ത്രിക്ക് പേരില്ലേ? പേരെവിടെ എല്ലാവർക്കും അറിയാം. പേരെവിടെ എല്ലാവർക്കും അറിയാം. അല്ല, ആ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ആ പേരും ഇങ്ങക്ക് തന്നെയാണ് പറഞ്ഞൂടെ? പേരിവിടെ എല്ലാവർക്കും അറിയാം. പേരൊക്കെ ഇവിടെ ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്കകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം ഭാര്യയെ ചുമരിനിട്ട് ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ അവർ വീണതും അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അല്ല, DYFIക്കാരല്ലോ അത് ഇപ്പൊ പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മന്ത്രിയുടെ പേരും പറഞ്ഞൂടെ? നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചികിത്സ തേടണം. അല്ല, ഞങ്ങൾ ഇപ്പൊ വന്നത് സന്ദീപ് വാര്യരെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിക്ക് ആളെ വിളിച്ചു കൂട്ടിയെന്ന് മൂപ്പര് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വന്നതാണ്. നിങ്ങൾ ഈ മാപ്രകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമമാണ്. ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് പറയാം. അതാ, മന്ത്രിയുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് പറയില്ല. സന്ദീപ് വാര്യരുടെ കാര്യം ചോദിച്ചാൽ കുറ്റം നമ്മക്ക്. അല്ല, ഈ മൂപ്പര് പാർട്ടിയിലും ഇങ്ങനെ തന്നെയാണോ? അങ്ങാടിയിൽ തൊട്ടാൽ അമ്മയോട്. അപ്പൊ ബാക്കി പറയും. നിങ്ങൾ സ്റ്റേഷനിക്ക് ആളെ വിളിച്ചു കൂട്ടിയോ? വെറുതെ ഇങ്ങോട്ട് അത് ചോദിക്കണ്ട. നിങ്ങൾ അവിടുന്ന് വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. സന്ദീപ് ഏട്ടാ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ പറ്റി മൂപ്പരൊരക്ഷരം മുണ്ടണില്ല. വേറെന്തൊക്കെയോ മാറി മാറി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കിട്ടാത്തതിന്റെ ദേഷ്യം നിങ്ങളോട് തീർക്കുമോ എന്നുള്ള ഭയമാണ് എനിക്കിപ്പോഴത്. നിങ്ങൾ സന്ദർഭം അറിയാതെ ഇങ്ങനെ ബഹളം വെക്കല്ലേ. കണ്ടോ, ആ സന്ദർഭം എന്താന്ന് മൂപ്പര് പറയില്ല. എന്നാ വേറെന്തെങ്കിലും ചോദിച്ചാലോ അതിനോട്ട് സമ്മതിക്കൂല. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ആരോടാണ് ആർക്കാണ് പേടിയെന്നൊക്കെ അവര് തമ്മിലുള്ള കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഇങ്ങനെ ചൂടാവുന്നത് ആരോടുള്ള പേടി മറക്കാനാണെന്നാണ് മനസ്സിലാവാത്തത്.